UDF എങ്ങനെ ഇത്രയും വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നുള്ളതിന് ടീം UDF എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ മുന്നൊരുക്കങ്ങളും UDF നടത്തിയ മുന്നൊരുക്കങ്ങളും ആ മുന്നൊരുക്കങ്ങളാണ് ഇത്രയും വലിയ ഒരു വിജയം സമ്മാനിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വലിയ കോൺഫിഡൻസ് ആണ് പ്രതിപക്ഷ നേതാവ് പങ്കുവെക്കുന്നത്. സമ്പൂർണ്ണ പരാജയമാണ് LDF എന്ന് പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അലയടിക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് മാധ്യമങ്ങളോടും അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, എന്തായാലും സംസ്ഥാനത്ത് UDFന് ഉജ്ജ്വല വിജയമാണ്. ഇടത് കോട്ടകൾ പലതും തകർന്നടിഞ്ഞു. ഒപ്പം തന്നെ NDA വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ ഇത്രയും വലിയ, പ്രത്യേകിച്ച് 2010 ശേഷം UDF ഗ്രാമപഞ്ചായത്തുകളിലടക്കം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ചരിത്ര വിജയം നേടിയിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. UDF വിവിധ പലയിടങ്ങളിലും UDFന്റെ ആഘോഷ പരിപാടികൾ നമുക്ക് കാണാം, സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഭാഗത്ത് K സുധാകരനാണ്. കണ്ണൂരിൽ കോർപ്പറേഷൻ UDF വലിയ വിജയം നേടിയിരിക്കുന്നു. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളിലേക്കും വരികയാണെങ്കിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി UDFന് വ്യക്തമായ ഒരു ലീഡ് അവിടെയും നേടാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ആഘോഷമാണ് നടക്കുന്നത്. അൺഫിലിറ്റ് ചേരുന്നുണ്ട്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ UDFന് ഒരു ഉജ്ജ്വല വിജയമാണ് ഈ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ വിജയം, ഈ ജനമനസ്സ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ? ഇപ്പോൾ കണ്ണൂരിൽ K സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ജനം നമ്മോടൊപ്പം നിന്നിരിക്കുന്നു. അതിന് അടിസ്ഥാന കാരണം പിണറായി വിജയന്റെ ഇടതുപക്ഷവും പുനരാലോചിക്കണം എന്താണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. പിണറായി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പരാജയ ഭീതിയാണ് സംസ്ഥാനത്ത് വ്യാപകമായ നടത്താനാണ്. ഞാൻ തുടർന്ന് ചോദിച്ചോളൂ, നിങ്ങൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ CPMന്റെ ഗുണ്ടകൾ എവിടെയെല്ലാം നമ്മളെ ആളുകളെ അടിച്ചും കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ചു. തലശ്ശേരി ആശുപത്രിയിൽ 10-20 ആളുകൾ കിടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകളെ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. ഈ അക്രമമൊക്കെ നടത്തിയിട്ടും ഞങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ ജനമനസ്സിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഒരു 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 വിശ്വാസം, നമുക്കതിന് ആത്മവിശ്വാസം പകരുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ നമ്മൾ നിലനിർത്തിയെന്ന് മാത്രമല്ല, ഒരു ഡിവിഷൻ നമ്മൾ പിടിച്ചെടുത്തു. മുനിസിപ്പാലിറ്റികൾ തിരഞ്ഞെടുപ്പ് നടന്ന 8 മുനിസിപ്പാലിറ്റികളിൽ 3 എണ്ണം ഞങ്ങൾ നിലനിർത്തി, 5 എണ്ണത്തിൽ ഞങ്ങൾ നില മെച്ചപ്പെടുത്തി. എല്ലായിടത്തും നമുക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. കാരണം CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ സ്വന്തം വാർഡിൽ അത് തോറ്റു, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ തോറ്റു, ജില്ലാ പഞ്ചായത്തിലും LDF ദയനീയമായി പരാജയപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ കുറ്റിനാശം വന്നിരിക്കുന്നു കണ്ണൂരിൽ എന്നതാണ് സത്യം. തിരിച്ചു വരാൻ സാധിക്കില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു. എന്തെങ്കിലും വരും, എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച ആളുകളെയൊക്കെ മനസ്സിൻ്റെ അകത്ത് അവർ നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇതുവരെയും CPMന്റെ പ്രവർത്തനങ്ങൾ എന്നത് ജനം ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രതികാര വാഞ്ചയോടുകൂടി വോട്ടവകാശം രേഖപ്പെടുത്തിയതിന്റെ റിസൾട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാന്യതയുണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ജനവിശ്വാസം നഷ്ടപ്പെട്ടൊരു മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ഒന്നും ഓർക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വാർഡുകളൊക്കെ ഡിവിഷനുകളും ഒക്കെ ഒരുപാട് റീസെറ്റിൽ ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചെയ്തിട്ട് പോലുമാണ് ഈ റിസൾട്ട് നിങ്ങൾ ഓർക്കണം. ഒക്കെ ജയിക്കേണ്ടുന്ന പല വാർഡുകളും കട്ട് ചെയ്ത് അപ്പം ഇപ്പുറം CPMന്റെ കൂടെയിട്ട് പല വാർഡുകളും നമുക്ക് നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമൊക്കെ മറികടന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ നേട്ടം. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുത്ത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പമാണ്. ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് മയ്യിൽ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷൻ പിടിച്ചെടുത്തു. ഉദയഗിരി, പയ്യാവൂർ, ചെറുപുഴ, കണിച്ചാർ, കേളകം, ആറളം, നാറാത്ത്, കുന്നൂത്തുപറമ്പ് 8 പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുത്തു. മൊത്തം 21 പഞ്ചായത്തിൽ ഞങ്ങൾ വിജയിച്ചു. ഗ്രാമപഞ്ചായത്തിൽ അതുകൊണ്ട് ഞങ്ങളിവിടെ കണ്ണൂരിൽ വളരെ വളരെ ശക്തമായ ഒരു ശക്തിയായി നമ്മൾ വളർന്നു വന്നു എന്ന റിസൾട്ട് നിങ്ങൾ വിലയിരുത്തുമെന്നാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഭയപ്പാടും ആശങ്കയുമില്ല ഭാവി രാഷ്ട്രീയത്തെ നേരിടാൻ. ഇടതുപക്ഷത്തിൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ജനങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്നു എന്നത് സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതിൻ്റെ റിസൾട്ടാണ് ഈ വിജയം എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. ജനവിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചത്
എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. സംഘടനാ രംഗത്ത് പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുൻപോട്ട് പോകാൻ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇനിയും അങ്ങോട്ട് മുൻപോട്ട് പോകും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു പോകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ ഉപദേശം. പ്രതീക്ഷക്കപ്പുറത്തുള്ള വിജയമാണോ ഉണ്ടായിട്ടുള്ളത്? നമുക്കിവിടെ പ്രതീക്ഷക്കപ്പുറത്തുള്ള വിജയമാണ്. എല്ലാം കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, ഇവിടെയെല്ലാം നമ്മൾ വളരെ ശക്തമായി നമ്മൾ വന്നില്ലേ എല്ലാ സ്ഥലത്തും. കൊല്ലത്തൊക്കെ എന്ത് മാറ്റാണെന്ന് എനിക്കെന്നെ തിരിയുന്നില്ല. ഞാൻ നിരന്തരം പോകുന്നൊരു ജില്ലയാണ് കൊല്ലം. പക്ഷെ കൊല്ലത്ത് ഇത്തരൊരു റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അതെല്ലാം വന്നിരിക്കുന്നു. കാരണം ജനത്തിൻ്റെ തീരുമാനമാണ്. ആ ജനത്തിൻ്റെ തീരുമാനത്തിൻ്റെ പിറകിലുള്ള പ്രേരണ ഇടതുപക്ഷത്തോടുള്ള സമീപനമാണ്. ഇടതുപക്ഷം ചെയ്ത പ്രവർത്തനത്തിനുള്ള റിസൾട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, റിട്ടേൺസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഒരു ആശങ്കയുമില്ല. കരുത്തുറ്റ പ്രസ്ഥാനമായി നമ്മൾ മുൻപോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാരുടെ മനസ്സിൻ്റെ അകത്ത് ആത്മവിശ്വാസം വളരെയേറെ തുടിച്ചുയർന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലമാണ്. അത് ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ, ഒരു കാര്യമാണ്. നിശ്ചയമായും അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ചോദിക്കുന്നു, ഒരു ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു നാട് അത്ഭുതമല്ലേ? ഒരു ദേവന്റെ സമ്പത്ത്, ദേവന്റെ സ്വർണം കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു നാട്. എന്നിട്ട് എന്ത് ചെയ്തു ഈ സർക്കാർ? അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചാൽ ശ്രമിച്ചോ? അന്വേഷണം നടത്തിയോ? കൃത്യമായി 2 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അതിനപ്പുറത്തോട്ട് 2 പേർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു വലിയൊരു ഗ്യാങ് ഇല്ലേ? അതിനൊരു സംരക്ഷണം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലെങ്കിൽ ഇത് ആരെങ്കിലും ചെയ്യൂ? പിണറായി വിജയന്റെ സ്വന്തമായി അടുത്ത് നിൽക്കുന്ന 2 പേരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗത്യന്തരമില്ലാത്തത് കൊണ്ട് അറസ്റ്റ് ചെയ്തതാണ്. തുടർച്ചയായി എത്രയോ പേര് അറസ്റ്റ് ചെയ്യാനുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ പോകുന്നുമില്ല, ചെയ്യാനൊട്ട് താല്പര്യമില്ല അവർക്ക്. അതുകൊണ്ട് അതൊക്കെ ജനം വിലയിരുത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശബരിമല അയ്യപ്പന്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. മനസ്സിൻ്റെ അകത്ത്, ഭക്തജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊക്കെ ഒരു വൂണ്ടഡായ ഒരു സംഭവമാണ്. ആ സംഭവം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറക്കാനൊരു ശ്രമം നടത്തി നോക്കി അവർ, പക്ഷെ നടന്നില്ല. അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. രാഹുലിന്റെ പ്രശ്നവും ഈ പ്രശ്നവും തമ്മിൽ എന്ത് ബന്ധം? അത് വേറെ, ഇത് വേറെ. രാഹുലിന്റെ കാര്യത്തിൽ രാഹുൽ നമ്മൾ പാർട്ടി തള്ളി പറഞ്ഞില്ലേ, നടപടി എടുത്തില്ലേ? അതിന്റെ പുറത്ത് എന്താ ചെയ്യേണ്ടത്? ഒരു പാർട്ടിക്കകത്ത് കണ്ട തോന്നിയവാസം കാണിച്ചാൽ പാർട്ടി കച്ചടക്ക നടപടി എടുക്കുക എന്നല്ലാതെ അവനെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? നമുക്ക് പറ്റില്ലല്ലോ. നടപടി എടുത്തു പാർട്ടി. ആ നടപടി ഇപ്പോഴും നിലനിൽക്കുന്നു. ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഒരാളും ചോദിക്കാൻ ഇന്ന് ഉണ്ടായിട്ടില്ല രാഹുലിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നമുക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല. KPCCയുടെ എല്ലാ തീരുമാനങ്ങളും വളരെ വളരെ മീനിങ് ഫുൾ തീരുമാനങ്ങളായിരുന്നു. വളരെ വളരെ വെൽ തിങ്കിങ് റിസൾട്ടാണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ട് ഊർജം കൂടി എന്നല്ല, ഞങ്ങൾ വരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വന്നിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. ഇല്ലെങ്കിൽ K. സുധാകരൻ നമുക്ക് മുഖാമുഖം കണ്ട് സംസാരിക്കാം. വന്നിരിക്കും. UDFന്റെ വലിയ മുന്നേറ്റം പറയുമ്പോഴും തിരുവനന്തപുരത്ത് BJP നഗരസഭ കോർപ്പറേഷൻ ഭരണം പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം BJPക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് K. സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അലയടിക്കുന്നു എന്ന് തന്നെയാണ് K. സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഊർജ്ജമായി തങ്ങൾ ഈ വിജയത്തെ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വിവരങ്ങളുമായി അൺഫിൽറ്റഡ് ഡിസൂസയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിവരങ്ങളുമായി. അൺഫിൽറ്റഡ്, കേവല ഭൂരിപക്ഷത്തോട് അടുക്കുകയാണ് NDA. ഇപ്പോൾ നമ്മൾ UDFന്റെ പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ കണ്ടു. അതായത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അലയടിക്കുന്നു എന്നതിന്റെ തെളിവാണ് UDFന്റെ വലിയ വിജയം സൂചിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് നേതാക്കളും പറഞ്ഞു വെക്കുന്നത്. അൺഫിൽറ്റഡ്. അശ്വതി, തീർച്ചയായും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അലയടിച്ചു. ആ അലയടിച്ചത് UDFന് ഗുണം ചെയ്ത് UDFന്റെ തരംഗമായി മാറി. അതായത് സംസ്ഥാനത്തുണ്ടായ ഭരണവിരുദ്ധ വികാരം UDFന്റെ തരംഗമായി മാറിയപ്പോൾ
തിരുവനന്തപുരത്ത് മാത്രം ആ കോർപ്പറേഷനിൽ ആ തരംഗം അല്ലെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം കോർപ്പറേഷനിൽ മാത്രം UDFന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവിടെ UDF പരാജയപ്പെട്ടു. അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേൽക്കൈയുണ്ടായിരുന്ന BJP ആവട്ടെ അത് പരമാവധി പ്രയോജനപ്പെടുത്തി. അങ്ങനെയാണ് BJP ഏറ്റവും വലിയൊരു ഒറ്റക്കക്ഷിയായി മാറിയത്. അതായത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കെതിരായ വിരുദ്ധ വികാരം സംസ്ഥാനത്ത് എല്ലായിടത്തും അലയടിച്ചപ്പോൾ അത് UDFന് തരംഗമായി മാറുകയും എന്നാൽ BJP പ്രതിപക്ഷത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം അത് UDFന് ഗുണകരമായി മാറിയില്ല. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് കോർപ്പറേഷനാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഒരു തരംഗം അല്ലെങ്കിൽ NDAയുടെ ഒരു തരംഗം ഉണ്ടായിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്തെ ജില്ലയിലെ നഗരസഭയിലായാലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലായാലും തിരിച്ചാണ് കണക്കുകൾ. അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 20-6 എന്ന രീതിയിലാണ്. അതായത് 6 മാത്രമായിരുന്നു UDF എങ്കിൽ ഇത്തവണ അത് 14 മാറിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പമൊക്കെ UDF വന്നുവെങ്കിൽ മികച്ച മുന്നേറ്റമോടെ UDFന് ഉണ്ടാക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്ത്. അവിടെ LDFനൊപ്പം UDFന് വരാൻ കഴിഞ്ഞു. മാത്രവുമല്ല ഈ മുനിസിപ്പാലിറ്റികളിൽ തന്നെ മെച്ചപ്പെട്ടൊരു നില കൊണ്ടുവരാൻ കഴിഞ്ഞു UDFന്. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെയും UDFന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായതൊക്കെ തന്നെയും UDFന്റെ തരംഗമായി മാറിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് UDFന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത്. കാരണം UDF അവിടെ അല്ലെങ്കിൽ തന്നെയും ഏറ്റവും ദയനീയമായൊരു സ്ഥിതിയിലാണ് UDF നിന്നിരുന്നത്. 2020 UDFന്റെ അവസ്ഥ എന്ന് പറയുന്നത് 10. ആ 10-ൽ നിന്നൊരു 19 അല്ലെങ്കിൽ 20-നടുത്ത് ഒരു സീറ്റ് നിലയിലേക്ക് അവർക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഒന്നും തന്നെ അവർ കഴിയാതെ പോയപ്പോഴാണ് അവിടെ സ്വാഭാവികമായും പ്രതിപക്ഷത്തുണ്ടായിരുന്ന BJP വലിയ രീതിയിൽ BJPക്ക് അത് പ്രയോജനകരമായി ഗുണകരമായി BJPയുടെ ഒരു തരംഗം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ LDFനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഒരിടത്തു പോലും ഒരു തരംഗം UDFന്റെ ഒരു തരംഗം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും അവർ കണക്ക് കൂട്ടിയിരുന്നില്ല. കാരണം ആ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാ കാലത്തും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണിക്ക് തന്നെയാണ് ഒരു മേൽക്കൈ എല്ലാ ഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്നത്. കാലാകാലങ്ങളായി അത് തന്നെയാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അതുതന്നെയായിരുന്നു ഇവർ നേതാക്കന്മാർ LDF എപ്പോഴും വിശദീകരിച്ചിരുന്നത്. എന്തുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFന് ഒരു മുന്നേറ്റം കാലാകാലങ്ങളായി ഉണ്ടാകുന്നത് താഴെ തട്ടിൽ ഇറങ്ങിച്ചെല്ലാൻ CPMന് അല്ലെങ്കിൽ LDFന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് എല്ലാ തവണയും നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFന്റെ ഒരു മുന്നേറ്റം. എന്തൊക്കെ തന്നെ വികാരം, അതായത് UDF തരംഗം എപ്പോഴൊക്കെ സംഭവിച്ചാലും അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും UDFന്റെ തരംഗം ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എല്ലാ കാലങ്ങളിലും LDFന്റെ ഒരു തേരോട്ടം ഉണ്ടാകുന്നത് താഴെത്തട്ടിൽ എന്നും LDFനാണ്, CPMനാണ് താഴെത്തട്ടിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു പാർട്ടി എന്നായിരുന്നു അവർ എല്ലാ കാലവും അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ആ അവകാശവാദത്തിനാണ് ഇപ്പോൾ അവർക്ക് പറയേണ്ടി വന്നത്. ആ അവകാശവാദമാണ് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ രീതിയിൽ UDFന് ഒരു തരംഗം ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഒപ്പത്തിനൊപ്പമൊക്കെ വരുമായിരിക്കും പലയിടങ്ങളിലും എന്നൊക്കെ തന്നെ ചില കണക്കുകൂട്ടൽ അവസാന ലാപ്പിൽ അവർക്കുണ്ടായിരുന്നു. കാരണം ശബരിമല എന്ന് പറയുന്നൊരു വൈകാരിക വിഷയം തന്നെയാണ്. എത്ര തന്നെ അവർ അത് SITയുടെ അന്വേഷണമൊക്കെ നിഷ്പക്ഷമായി നടക്കുന്നു. അതുകൊണ്ടാണ് മുൻ MLA ആയിരുന്ന വ്യക്തികളടക്കമുള്ള പ്രബലർ പോലും ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. അത്രയും കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ആഭ്യന്തര വകുപ്പ് കൃത്യമായി ഇടപെട്ടു എന്നൊക്കെ തന്നെ അവർ അവകാശവാദം ഉന്നയിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശബരിമല ഒരു വൈകാരിക വിഷയമാണ്. അത് വൈകാരിക വിഷയം എന്നത് ഇവിടെ കൃത്യമായി തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ രീതിയിൽ ഒരു തരംഗത്തിലേക്ക്, അത് UDFന് അനുകൂലമായ ഒരു തരംഗത്തിലേക്ക് മാറുമെന്നും LDFന്റെ വിരുദ്ധ വികാരം ഈ രീതിയിലൊരു കൊടുങ്കാറ്റായി അലയടിക്കുമെന്നും ഒരു ഘട്ടത്തിൽ പോലും CPMോ LDFോ കരുതിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവർ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിൻ്റെ ആ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ക്ഷേമ പദ്ധതികൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രഖ്യാപിച്ചു. വമ്പൻ പദ്ധതികൾ, വമ്പൻ പാക്കേജൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതൊക്കെ അവർക്ക് കൃത്യമായൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. അതായത് ഭരണം തങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എന്തൊക്കെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും ഈ ക്ഷേമ പദ്ധതികളുടെ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ്,
ക്ഷേമ പെൻഷനൊക്കെ ഉയർത്തുകയാണെങ്കിൽ ഉറപ്പായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സാധാരണക്കാരെ കയ്യിലെടുക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ കണക്കൂട്ടലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ അമ്പേ പാളിയിരിക്കുകയാണ്. ആ അമ്പരപ്പും ഞെട്ടലിൽ നിന്നുമൊക്കെ ഇപ്പോഴും LDF നേതാക്കൾ മുക്തരായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഈ MV ഗോവിന്ദൻ പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി ഇതുവരെയും മാധ്യമങ്ങളെ കണ്ടില്ല, കാണാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും AK സെന്ററിൽ തന്നെയുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി AK സെന്ററിൽ എത്തിയതാണ്. സാധാരണഗതിയിൽ ഒരു 2 മണിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും, അത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട് ഒരൊറ്റ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം വിജയിച്ചിരുന്ന സമയത്ത് പോലും കൃത്യം 2 മണി 2:30 ആയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ ഇതുവരെ തയ്യാറാകുന്നില്ല. ആകെ LDF കൺവീനർ മാത്രമാണ് മാധ്യമം കണ്ട തോൽവി പഠിക്കും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനപ്പുറത്തേക്കും നേതാക്കളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. കാരണം അവരാരും ഇങ്ങനെ ഒരു തരംഗം UDF അനുകൂലമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനപ്പുറത്തേക്ക് UDF സംബന്ധിച്ച് UDF പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന്. കാരണം UDF പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ തന്നെ UDF നേതാക്കൾ പറഞ്ഞിരുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും, വലിയ രീതിയിലൊക്കെ മുന്നേറ്റം UDF ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അവർ പോലും കരുതാത്ത രീതിയിലാണ്, അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു തരംഗമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാക്കുകളിലൊക്കെ പറയുന്നത്. ഒരു ടീം വർക്കാണ്. അത് KC വേണുഗോപാൽ ആയാലും നേതാക്കൾ KPCC പ്രസിഡന്റ് ആയാലും ഒക്കെ പറയുന്നത് ഒരു ടീം വർക്ക്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും, അതായത് VD സതീശൻ KPCC പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ K സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന ഒരു സമയത്ത് പോലും അപ്പോൾ പോലും ഉണ്ടായിരുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ്. എന്നാണോ അതായത് ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രതിപക്ഷ നിരയിലൊരു മാറ്റം ഉണ്ടായി, VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിര രൂപപ്പെട്ടു വന്ന ആ സമയത്തൊക്കെ കാണാൻ കഴിഞ്ഞു. ഈ 5 വർഷം പിന്നിടുമ്പോൾ പിന്നീടുണ്ടായ എല്ലാ ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നു, വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്ന സാഹചര്യം. അപ്പോഴൊക്കെ തന്നെ ഒരു കൃത്യമായൊരു ടീം വർക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഇത് തന്നെയാണ് ഇപ്പോഴും VD സതീശൻ പറയുന്നത്. ഒരു ടീം വർക്കിൻ്റെ ഒരു ഫലമാണ് ഇവിടെ കാണുന്നത്. അപ്പോഴും കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഈ വിജയത്തിൽ വിനയാനുതരാകണം, അതായത് ഈ വിജയത്തിൽ അഹങ്കരിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുക. അടുത്ത മഹായുദ്ധത്തിൽ വിജയിക്കാനുള്ള ഒരു കരുത്താകണം ഇതെന്നാണ് അദ്ദേഹം. ആ മഹായുദ്ധമായി തന്നെ ശരിക്കും ഒരു കുരുക്ഷേത്ര യുദ്ധം തന്നെയാണ് 2026. അതിന് വെറും 3 മാസം മാത്രമാണ് ആ മഹായുദ്ധത്തിന് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായൊരു കാൽക്കുലേഷനിലൂടെ തന്നെ ഇനി UDF പോയേ പറ്റൂ. കാരണം അദ്ദേഹത്തെ അറിയാം. കാരണം ഈ സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടായത്. അതും ഈ 20-19 എന്ന രീതിയിലായിരുന്നു അന്ന് വിജയിച്ചത്. 20-ൽ 19 UDF വിജയിച്ചിട്ട് പോലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിജയങ്ങളൊന്നും തന്നെയും വിജയങ്ങളൊക്കെ തന്നെയും അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പാതയായിരിക്കും എന്നുള്ള അത്ര തന്നെ ആത്മവിശ്വാസം എപ്പോഴും UDF ഇല്ല. കാരണം അവർ പഠിച്ചിട്ടുള്ള പാഠം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയത്തിൽ വിനയാനിതരാകണം, വിജയത്തിൽ അഹങ്കരിക്കാൻ പാടില്ല എന്ന് നേതാക്കളോട് അദ്ദേഹം കൃത്യമായി പറയുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു വരുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നതും UDF തിളക്കമാർന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തിളക്കമാർന്ന ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ താൻ അവസാനത്തെ വാർത്താ സമ്മേളനം നടത്തി വനവാസത്തിൽ രാഷ്ട്രീയം അതായത് സജീവ രാഷ്ട്രീയം എന്നേക്കുമായി താൻ ഉപേക്ഷിക്കും എന്ന് അദ്ദേഹം പറയുന്നിടത്ത് കൃത്യമായി അദ്ദേഹത്തെ മുൻനിർത്തി തന്നെയാണ് ഇനിയൊരു 3 മാസക്കാലം VD സതീശൻ എന്ന നേതാവിനെ മുൻനിർത്തി തന്നെയാകും UDF തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകുകയാണ്. അതായത് അത്രയേറെ പറയാൻ അദ്ദേഹത്തിന് വെല്ലുവിളിയാണ്. അത് ആ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കുന്നു. അതായത് ഈ വെള്ളാപ്പള്ളി നടേശന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇത് വിവാദം തുടങ്ങി വെച്ചതെങ്കിലും അദ്ദേഹത്തിനുള്ള ആ പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കടുത്ത ആരോപണം VD സതീശൻ നേരിട്ട സമയത്ത് അദ്ദേഹം നൽകിയൊരു മറുപടി, ആ മറുപടി അദ്ദേഹം ഇന്നും ആവർത്തിക്കുകയാണ്. കാരണം അപ്പോൾ അദ്ദേഹത്തോട് രാഷ്ട്രീയ വനവാസത്തിന് പോകണം. അത് കടുത്ത അധിക്ഷേപമാണ്, വ്യക്തിപരമായി പോലും കടുത്ത അധിക്ഷേപമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ ഉയർത്തിയത്. അതൊക്കെ തന്നെ ഏറ്റുകൊടുത്തൊരു വെല്ലുവിളി തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലും പാർട്ടിയിൽ എല്ലാ അർത്ഥത്തിലൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു VD സതീശൻ ഉണ്ടായിരുന്നു. VD സതീശനെതിരെ സൈബർ ആക്രമണം, ആ പാർട്ടിയിൽ നിന്ന് പോലും കടുത്ത സൈബർ ആക്രമണം, ഇത്രയേറെ ഒരു ഘട്ടത്തിൽ പോലും ഒരു കോൺഗ്രസ് നേതാവും ഒറ്റതിരിഞ്ഞ് ഈ രീതിയിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് സൈബർ ആക്രമണം ഒരു കാലഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അത്രയേറെ ആക്രമണമാണ് അദ്ദേഹത്തിന് VD സതീശനുണ്ട്. അപ്പോൾ VD സതീശൻ്റെ നിലപാടുകൾ ശരിയായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ശരിയായി മാറുകയും ആ നിലപാടുകൾ രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ UDF അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മാറുന്നു. അത് തന്നെയാണ്. കാരണം നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് നടന്നത് ഉപതെരഞ്ഞെടുപ്പായിരുന്നു.
4 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വിജയിച്ചത് UDF തന്നെയായിരുന്നു. അപ്പോഴും അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, തൃക്കാക്കര നമ്മൾ കണ്ടതാണ്, ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അവിടെയൊക്കെ തന്നെയും VD സതീശൻ നേതാവിൻ്റെ സംഘടനാ പാഠമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും VD സതീശനെ അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവിടെയൊക്കെ തന്നെ നമ്മൾക്കാണ് സാധാരണ കോൺഗ്രസിൽ കാണുന്ന അതേ പതിവ് ശൈലി ആ സമയത്തൊക്കെ കണ്ടിരുന്നു. തർക്കവും പടലപ്പിണകവും പരസ്യമായ വിഴുപ്പലകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ 3 മാസം മാത്രം ബാക്കി നിൽക്കെ VD സതീശന് ഏറ്റവും ഒടുവിൽ നടന്ന പല നിർണായകമായ തീരുമാനങ്ങൾ പോലും ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നു. ഈ PV അൻവറിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും PV അൻവറിനെ എടുക്കണോ വേണ്ടോ എന്നുള്ള ഏറ്റവും നിർണായകമായ തീരുമാനം ഒറ്റയ്ക്കെടുത്തു VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനം, അന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കുഞ്ഞാലിക്കുട്ടിയെ പോലും പിണക്കേണ്ടി വന്നു. അവിടെ പോലും അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു കൃത്യമായിരുന്നു എന്ന് ഒടുവിൽ UDFന് അംഗീകരിക്കേണ്ടി വന്നു, കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വന്നു. അതായത് നിർണായകമായ പല സമയത്തോടും ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്ന രീതിയിലായിരുന്നു VD സതീശൻ ഓരോ സമയത്തും ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും. പക്ഷേ അത് പിന്നീട് ശരിയായി എന്ന് പാർട്ടി അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇതൊക്കെ തന്നെയും VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ നിലപാടുകൾ ശരിവെക്കുന്ന രീതിയിലേക്ക് വരുന്നു. അതാണ് അദ്ദേഹം ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന മഹായുദ്ധത്തിനായി ഞങ്ങൾ തയ്യാറെടുക്കുന്നു, ടീം വർക്കായി ഞങ്ങൾ മുന്നേറുകയാണ്. ഈ വിജയത്തിൽ ഒരിക്കലും അഹങ്കരിക്കുന്ന അദ്ദേഹം മുന്നണികൾ സ്വന്തം പാർട്ടിയോട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തിളക്കമാർന്ന വിജയം, അത് വെറും ഒരു വിജയമല്ല, തിളക്കമാർന്ന വിജയം നേടിയില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് തൻ്റെ അവസാനത്തെ പത്രസമ്മേളനം നടത്തി പിരിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ പോലും അവിടെ അദ്ദേഹം ഒരു വെല്ലുവിളി ഏറ്റെടുക്കും. മറ്റൊരു നേതാവും UDFൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് പോലും അങ്ങനെ പരസ്യമായ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നില്ല. കാരണം അത്രയേറെ ആത്മവിശ്വാസം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. VD സതീശൻ്റെ നേതാവിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇവിടെ UDF അധികാരത്തിൽ വരാനാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന UDFൽ ആരെ മുൻനിർത്തിയാകും ഇനി UDF തെരഞ്ഞെടുപ്പ് നേരിടുക എന്നൊരു ചോദ്യം പലപ്പോഴും ഈ LDFും BJPയും അടക്കമുള്ള നേരെ എന്നും ആക്ഷേപം ഉന്നയിച്ചിരുന്ന ഒറ്റ കാരണത്തിലാണ്. ആരാണ് UDF? LDFന് മറുഭാഗത്ത് അറിയാം, പിണറായി വിജയനെ മുന്നിൽ നിർത്തി തന്നെയാണ് LDF തെരഞ്ഞെടുപ്പ് നേരിടുക. ഇവിടെ NDA ആണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ഉയർത്തിക്കാട്ടുന്നു. കാരണം അത് ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള കൃത്യമായ തീരുമാനമാണ്. NDA മുന്നണിക്കൊരു നേതാവ് ഇവിടെയുണ്ട്, അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അദ്ദേഹം നിയമത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ UDF ആരെ മുന്നിൽ കാട്ടി നിങ്ങൾക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ടോ, ഇവിടെ ഒരു നേതൃത്വ നിരയിൽ ആരാണ് എന്ന് അവർ ഒരിക്കലും അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഉയർത്തി. കാരണം ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നൊക്കെ പറയുമെങ്കിൽ പോലും ജനങ്ങൾക്ക് ഇവിടെ ഒരു തങ്ങളെ ഭരിക്കാനായി ഒരു ആർജവമുള്ള ഒരു നേതാവ് ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഒരിക്കൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പും അതേ പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പും. രാവും പകലും എന്നൊരു വ്യത്യാസം തദ്ദേശ തെരഞ്ഞെടുപ്പിനുമുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുണ്ട്. എങ്കിൽ പോലും ഒരു പിൻബലം, ഒരു കരുത്തും ഒരു ആർജവവും കിട്ടാനായി മുന്നണികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ. ആ ആർജവും ആ കരുത്തും പിൻബലവുമാണ് ഇപ്പോൾ ഈ UDFന് ഒരു തരംഗം സംസ്ഥാന വ്യാപകമായി ഉണ്ടായിരുന്നതിലൂടെ UDFന് ലഭിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നേതാവ് ആരായിരിക്കും, ആരെ മുൻനിർത്തിയാകും ഭരിക്കുക എന്നതിന്, ആരെ മുൻനിർത്തിയാകും തെരഞ്ഞെടുപ്പിന് നേരിടുക എന്നതിൻ്റെ ഒരു ഉത്തരവും കൂടി VD സതീശൻ എന്ന നേതാവ് തന്നിരിക്കുകയാണ്. അത് ഇനിയെങ്കിൽ പോലും പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇനി 3 മാസങ്ങളുണ്ട്. പല നേതാക്കളും, KC വേണുഗോപാൽ അടക്കം, അതെപ്പോഴും കോൺഗ്രസിലുള്ള ഒരു വിഷയം തന്നെയാണ്. അതിനപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി ഒറ്റക്കെട്ടാണ്, മുന്നോട്ട് പോകും എന്നൊരു വലിയൊരു വിഷയം അവർക്ക് ഇന്നുമുണ്ട്. അത് തന്നെയാണ് അൺഫിൽറ്റർ ശക്തമായ ത്രികോണ പോര് തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലും കണ്ടത്.